നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ വാഹനാപകട പരമ്പര. 4 അപകടങ്ങളിലായി 10 പേർക്ക് പരിക്ക്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും ആക്രമണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPMS കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ പ്രവർത്തകർ പട്ടികജാതി വികസന ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ വാഹനാപകട പരമ്പര. 4 വ്യത്യസ്ത അപകടങ്ങളിൽ 10 പേർക്ക് പരിക്കേറ്റു. മതിലകം പുതിയകാവ് വളവിൽ ഷൂട്ടിംഗ് സംഘത്തിന്റെ ടെമ്പോ ട്രാവലർ മറിഞ്ഞും പുന്നയ്ക്ക ബസാറിൽ കായ കയറ്റി വന്ന ലോറി മരത്തിലിടിച്ചും കയ്പമംഗലം ബോർഡിൽ ബൈക്ക് യാത്രികർ റോഡരികിൽ തെന്നിവീണും കയ്പമംഗലം 12-ൽ ഓട്ടോറിക്ഷ മറിഞ്ഞുമാണ് അപകടമുണ്ടായത്. പുതിയകാവ് അപകടത്തിൽ ഷൂട്ടിംഗ് സംഘത്തിലെ 6 പേർക്കാണ് പരിക്കേറ്റത്. തിരുവനന്തപുരം പുരുതിച്ചക്കോണം ശ്രീദേവി ബിഹാറിൽ ഭുവനചന്ദ്രൻ, പട്ടാമ്പി സ്വദേശി പട്ടമാന്തുരുത്തി വീട്ടിൽ സഗീർ, അയ്യപ്പള്ളി സ്വദേശി ഓലിപ്പറമ്പിൽ രാകേഷ്, കർണാടക കോലേരി വില്ലേജിൽ പ്രവീൺ, ജീന, സ്റ്റെസിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഭുവനചന്ദ്രൻ, പ്രവീൺ എന്നിവരുടെ പരിക്ക് സാരമുള്ളതാണ്. പരസ്യചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക് ഷൂട്ടിംഗ് സാമഗ്രികളുമായി പോവുകയായിരുന്നു സംഘം. പുലർച്ചെ 4:45 അപകടം. ടെമ്പോ ട്രാവലർ കാറിൽ ഇടിച്ച ശേഷം നിയന്ത്രണം തെറ്റി റോഡരികിലെ കടത്തിണ്ണയിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. കടയുടെ മുൻഭാഗവും അപകടത്തിൽ തകർന്നിട്ടുണ്ട്. സ്ത്രീകളടക്കം 10 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇടിച്ച കാർ നിർത്താതെ പോയി. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകരും പോലീസും ചേർന്ന് കൊടുങ്ങല്ലൂരിലെയും എറണാകുളത്തെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തൊട്ടടുത്ത പുന്നയ്ക്ക ബസാറിലായിരുന്നു രണ്ടാമത്തെ അപകടം. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് നേന്ത്രക്കായ കയറ്റിപ്പോയിരുന്ന ടെമ്പോയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡരികിലെ പുളിമരത്തിൽ ഇടിച്ച ടെമ്പോയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഡ്രൈവർ കോഴിക്കോട് സ്വദേശിക്ക് നിസ്സാര പരിക്കുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ പുളിമരം ഒടിഞ്ഞ് വൈദ്യുതി ലൈനിലേക്ക് വീണതിനെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി തടസ്സവും ഉണ്ടായി. കയ്പമംഗലം ബോർഡ് സെന്ററിന് വടക്കുഭാഗത്താണ് ബൈക്ക് യാത്രികർ റോഡിന്റെ അരികിൽ തെന്നി വീണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഭാഗത്ത് ദേശീയപാതയ്ക്ക് വീതി കൂട്ടിയപ്പോൾ ഇവിടെ മാത്രം വീതി കൂട്ടിയിരുന്നില്ല. ഇതേ തുടർന്ന് രൂപപ്പെട്ട ഒരടിയോളം ഉയരവ്യത്യാസത്തിലുള്ള അരികിൽ തന്നെയാണ് ബൈക്ക് മറിഞ്ഞു വീണത്. യാത്രക്കാരായ തൃപ്പയാർ സ്വദേശി മന്ത്രയിൽ രഘു, ഭാര്യ നിഷ, മകൾ നിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കയ്പമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 4:30 അപകടം. കയ്പമംഗലം 12-ൽ കാറുമായി ഉരസിയ ഓട്ടോറിക്ഷ മറിഞ്ഞാണ് 4ാമത്തെ അപകടമുണ്ടായത്. ചന്ദ്രാപ്പിനി 17-ാങ്കല് സ്വദേശി ശുഭയ്ക്കാണ് പരിക്ക്. ഇവരെയും കയ്പമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെ ആക്രമണം. ഡിവൈഎഫ്ഐ മേത്തല മേഖലാ പ്രസിഡന്റ് പേരോത്ത് ലെനിൻ, ഡിവൈഎഫ്ഐ പ്രവർത്തകനായ എരമംഗലത്ത് ഫസൽ എന്നിവരുടെ വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെയാണ് പുലർച്ചെ 2 മണിയോടെ ആക്രമണമുണ്ടായത്. ലെനിന്റെ വീട്ടിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തിയ ശേഷമായിരുന്നു ആക്രമണം. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മേത്തല കുന്നംകുളത്ത് ലെനിന് മർദ്ദനമേറ്റിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ എരമംഗലത്ത് ഫസലിന്റെ വീടിന്റെ ജനൽ ചില്ലുകളും തകർത്ത ആക്രമികൾ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ ചില്ലും അടിച്ചു തകർത്തിട്ടുണ്ട്. മോട്ടോർ ബൈക്ക് തീവച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ BJP ആണെന്ന് CPM നേതൃത്വം ആരോപിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചാമക്കാലയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 2 ആടുകൾ ചത്തു. പള്ളിപ്പറമ്പിൽ അബ്ദുൽ കരീമിന്റെ വീട്ടിൽ വളർത്തുന്ന ആടുകളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. കൂട്ടമായെത്തിയ തെരുവ് നായ്ക്കൾ കൂട് പൊളിച്ച് ആടുകളെ പുറത്തേക്ക് വലിച്ചിഴച്ച് കടിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി തെരുവ് നായ്ക്കളെ ഓടിച്ചിട്ടു. മേഖലയിൽ തെരുവ് നായ് ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. കയ്പമംഗലം ബീച്ചിൽ തിരമാലകൾ കടലിന്റെ തീരം കവരുന്നു. വഞ്ചിപ്പുര മുതൽ വടക്കോട്ട് കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് കടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം മീറ്ററുകളോളം ദൂരത്തിൽ കിഴക്കോട്ട് കടൽ കരയിലേക്ക് കയറിയ നിലയിലാണ്. ഓരോ തിരമാലയിലും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന തീരം ഇപ്പോൾ കടലിന്റെ നിരപ്പിനേക്കാൾ 1 മീറ്ററിലധികം ഉയരത്തിലാണ്. എന്നാൽ ഇത് മഴക്കാലത്ത് കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കാലവർഷത്തിന്റെ ശക്തി കുറയുന്നതിനനുസരിച്ച് കരപിടിച്ച് വീണ്ടും കടൽ സാധാരണ നിലയിലാകുമെന്നും കടലോരവാസികൾ പറഞ്ഞു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കരനെൽ കൃഷിക്ക് തുടക്കമായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കരനെൽ കൃഷിയുടെ കാര്യത്തിലായാലും പച്ചക്കറിയുടെ കാര്യത്തിലായാലും വാഴത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിലൊക്കെ
മറ്റു വിദ്യാലയങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുകയും മുന്നോട്ട് പോകാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാഠ്യവിഷയത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ കാർഷിക മേഖലയ്ക്ക് നിന്നും വ്യത്യസ്തമായി നമ്മുടെ കായിക രംഗത്തും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയത്തിൽ നടക്കുന്നു എന്നുള്ളതൊക്കെ അഭിനന്ദനമർഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാർഷിക പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഇടം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ വിദ്യാലയത്തിനും ആവശ്യമായ പിന്തുണയും സഹായവും പ്രോത്സാഹനവും ഇനിയും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ കരുതൽ കൃഷിയുടെ വിത്തിടൽ പരിപാടിയുടെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് BK ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ KH സാജൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കുട്ടൻ, പഞ്ചായത്ത് അംഗം MK മോഹനൻ, കൃഷി ഓഫീസർ CD മാലതി, PTA വൈസ് പ്രസിഡന്റ് KB ഹംസ എന്നിവരും സംസാരിച്ചു. മണപ്പുറം ജനരക്ഷ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായങ്ങൾ വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ വിതരണം ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PM അബ്ദുൽ ഗഫൂർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ENS ധർമ്മൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശിഭ പ്രദീപ്, CDS ചെയർപേഴ്സൺ തുളസി സന്തോഷ്, ഗോവിന്ദൻ മാസ്റ്റർ, സൂരജ് നന്ദൻ TM, സുഷ്മി എന്നിവരും സംസാരിച്ചു. ഇടവേള.